ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ചോറിൻ്റെ ഒപ്പം പലഹാരത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒട്ടും തേങ്ങ അരയ്ക്കാണ്ടാണ് കേട്ടോ നമ്മൾ ഈ കടലക്കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കടലക്കറി ഉണ്ടാക്കിയത് ഒന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാ ഞാൻ കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിലിടുമ്പോൾ ഒരു 2 പ്രാവശ്യം കഴുകിയിട്ട് നമ്മൾ നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇതാ കടല ഇങ്ങനെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ കാലത്തേറ്റിട്ട് വേറെ വെള്ളം കടലയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് കടല വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ നല്ല കളറ് കിട്ടും കേട്ടോ നമ്മുടെ കടലയ്ക്ക്. അപ്പോൾ അതങ്ങനെ തന്നെ ഞാൻ നമ്മുടെ കുക്കറിൽ ഇടുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ ഇടുമ്പോൾ ഞാൻ 2 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഒരു സവോളയും അത് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടുണ്ട്, സവോള ഒന്ന് ജസ്റ്റ് നീളനെ അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കുക്കറിൽ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടല വേവിക്കുമ്പോൾ എന്തായാലും ഉപ്പിട്ട് കൊടുത്താലാണ് കടലയിൽ നമുക്കത് പിടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഒരു 2 വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കടല വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേദിവസം കുതിർത്ത് കിട്ട കാരണമാണ് കേട്ടോ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടിയത്. നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ കടല ഒന്ന് ഞെക്കി നോക്കാം. ഇതേ പാകത്തിന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കടലയൊക്കെ വെന്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് നമ്മുടെ ഇതിൻ്റെ ചാറൊന്ന് മാറ്റി വയ്ക്കേണ്ടത്. കുറച്ച് കടലയും പിന്നെ ഇതിൽ നിന്നും കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഇതില്ലേ നമ്മൾ വേവിക്കാതെടുത്തിട്ടുള്ള ആ വെള്ളം, അതും കൂടി ഞാൻ കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കേണ്ട കേട്ടോ. കുറച്ച് തന്നെ എടുക്കണമല്ലോ. അത് ഒരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെക്കണത്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായി ചൂടാറണം കേട്ടോ. ചൂടാറിയതിന് ശേഷമാണ് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തേങ്ങയൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണമല്ലോ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊരു ചെറിയൊരു 10 മണിയോളം നമ്മുടെ പെരുംജീരകം നമ്മുടെ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒന്നിട്ട് കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് നന്നായി ഒന്ന് മൂക്കുക കേട്ടോ. മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ പെരുംജീരകം കൂടി നമ്മളിതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പൊട്ടണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് പെരുംജീരകത്തിൻ്റെ മണം കൂടി ഈ കടലക്കറിയിലെത്തുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ചോറുണ്ണാനും പലഹാരത്തിനും പറ്റിയിട്ടുള്ളൊരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളി എന്നെ എടുക്കണം കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുള്ളൂ. അത് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്കത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് വേവും. പിന്നെ കുറച്ച് സബോളയും കൂടിയും സബോളയല്ല, നമ്മുടെ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടും കേട്ടോ. പിന്നെ അങ്ങനെ പെട്ടെന്ന് കുറേ കരിയൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മൂത്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നന്നായി മൂക്കുക. പിന്നെ എണ്ണയുടെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എണ്ണ അധികം ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മസാലകളൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണാട്ടോ. ഈ പെരുംജീരകത്തിൻ്റെ ഉള്ളിൽ ചുവന്നുള്ളിയും സബോളയൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു മണമാണ്. പിന്നെ 1/4 ടീസ്പൂൺ മാത്രമാണ് മല്ലിപ്പൊടി എടുക്കണമല്ലോ. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ഞാൻ മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കളറുള്ള മുളക് പൊടിയാണ്. അത് എടുത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എത്ര എരിവെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പാകത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1.5 ടീസ്പൂൺ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് നമ്മുടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ്. പട്ട, ഗ്രാമ്പൂ അങ്ങനെ എല്ലാം കൂടി പൊടിച്ചിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ. അല്ലാണ്ട് പാക്കറ്റിലൊന്നും മേടിക്കുന്ന മസാലയല്ല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കണതാണ്. ഇനി ഇതൊന്ന് നന്നായി എല്ലാ മസാലകളും പച്ചമണം മാറണ വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മസാല മൂക്കണ വരെ ഒന്ന് നമുക്ക് ഇതിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം, അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് മൂത്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കടല നമ്മുടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടല ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ആ കടല ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കറൊന്ന് കഴുകിയിട്ടുള്ള വെള്ളം കൂടി നമുക്കിതിലിതേ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ നമ്മുടെ കടല അരച്ച് വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് നന്നായി അരച്ചത് ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ദേ നമ്മൾ കുക്കർ കഴുകിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കടലയുടെ അരപ്പ് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് പുട്ടിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം എന്തിൻ്റെ ഒപ്പം ഇത് പൂവിട്ടോ. പിന്നെ തേങ്ങയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ കടലക്കറി ഇതുപോലെ വെക്കാനൊന്നും ഇരിക്കണ്ട. ഇതുപോലെയൊക്കെ നല്ലോണം കൊഴുത്ത കടലക്കറി ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെയൊക്കെ ട്രൈ ചെയ്താൽ മതി കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഈ കടലൊന്ന് ഞാൻ കുറച്ച് തന്നെ കേട്ടോ കടല അരച്ചിട്ടുള്ളൂ. അത് ദേ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഇതേ എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മല്ലിയില ഇടണവർക്ക് ഇടാം കേട്ടോ. എനിക്ക് വലിയ ടേസ്റ്റ് ഇല്ല, മല്ലിയില അങ്ങനെ ഇടണത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പൊന്ന് നോക്കിയിട്ട് വരാം. ഉപ്പ് എന്തായാലും കുറവുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഉപ്പ് വേവിക്കുമ്പോൾ മാത്രമല്ല ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ചാറിലേക്ക് വരണമെങ്കിൽ ഉപ്പ് നമ്മൾ ഉപ്പിടണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി ജസ്റ്റ് ഒന്ന് കുറുകണ വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കറി തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ അധികം അങ്ങനെ വല്ലാണ്ട് കുറുക്കാൻ നിൽക്കണ്ട. ഇരുന്ന് കട്ടയാവും. അപ്പോൾ ഈ ഒരു പാകത്തിന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇരുന്ന് പെട്ടെന്ന് കട്ടയായി പോവും. കാരണം നമ്മൾ കടലയൊക്കെ അരച്ചതല്ലേ. അപ്പോൾ ഇങ്ങനൊരു ഇതിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ഇപ്പോൾ ഒരു വിധം എനിക്ക് നല്ലോണം കുറുകിയ ചാറ് കിട്ടിയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ ഒപ്പം എന്തിൻ്റെ ഒപ്പം ഈ കറി പോവും കേട്ടോ. അപ്പോൾ അതായത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് കടലക്കറി ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.